വെൽക്കം ടു ഹോംലി ഹോം. ക്രിസ്മസ് ഒക്കെ ഇനി അടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് ക്രിസ്മസിന് പറ്റിയ ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയാലോ? പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത് റമ്മിലോ വൈനിലോ ഒന്നുമല്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആപ്പിൾ ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരുപാട് നേരം ഒന്നും ഇത് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെച്ച് ഇത് നമ്മൾ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് കുരു കളഞ്ഞ് ഫ്രഷായിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസ് വേണമെങ്കിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനിയും ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ചെറി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാൻഡീഡ് ഓറഞ്ച് പീലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് സെസ്റ്റ് ആണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോൾഡൻ കളറുള്ള മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടി 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓറഞ്ച് ജ്യൂസിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ നട്ട്സ് കവർ ചെയ്ത് കിടക്കണം. ഇപ്പം ഇതിലേക്ക് ഒരു 1/4 കപ്പോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ റിച്ചായിട്ട് പ്ലം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ടും ഓറഞ്ച് ജ്യൂസിൽ സോക്കായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിവിടെ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തന്നെത്താനെ മെൽറ്റ് ആവാനായിട്ട് അനുവദിക്കാം. ഷുഗർ ഇവിടെ ഇപ്പോൾ മെൽറ്റായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു ലോയിലേക്കാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനിയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ ഇവിടെ നല്ലപോലെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറണം. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് ഇതുപോലെ ആയി വരുമ്പോഴത്തേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, അത് പെട്ടെന്ന് തെറിക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമ്മുടെ കേക്കിന് ഒരു നല്ലൊരു ബ്രൗൺ കളർ കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കായി തുടങ്ങാനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 കപ്പ് മൈദയാണ് നമ്മളിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പു പൊടിച്ചത് 1/4 ടീസ്പൂണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ 2 തവണ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു അരിപ്പ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്
അതിനകത്തെ ആ ജ്യൂസ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഞെക്കി കൊടുത്തിട്ട് ആ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള ജ്യൂസിൻ്റെ കണ്ടൻറ്റ് പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിടാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ജ്യൂസ് എല്ലാം അരിച്ചത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക്, ഡ്രൈ ആയിട്ട് ഉള്ള ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കമ്പൈൻ ആവുന്ന തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കമ്പൈൻ ചെയ്തെടുക്കണം. ഇനി അടുത്ത ബാച്ച് മൈദയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് സെറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്നും കൂടെ നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇനിയും ഈ ബാറ്ററിലേക്ക് നമുക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ബാറ്ററുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജ്യൂസ് അത് നമുക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ജ്യൂസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിനായിട്ടിത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലും ഈ ഒരു ടെക്സ്ചറിലും മതി നമുക്ക്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ട് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഇവിടെ ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ലോയിലാക്കാം. ഇത് നിന്നിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം ഒരു 50 to 60 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കൃത്യം 1 മണിക്കൂറായിട്ടുണ്ട്. ഈ ടൂത്ത് പിക്ക് ഇട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ടൂത്ത് പിക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിനകത്തെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുത്തി കൊടുത്തിട്ട് കുറച്ച് ഹോൾസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മുമ്പേ നമ്മൾ അരിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം.
ഈ കേക്കിൻ്റെ മുകളിലും സൈഡുകളിലുമായിട്ടെല്ലാം നന്നായിട്ട് ആ ജ്യൂസ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്, ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന പ്ലം കേക്ക് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അല്ലേ? ഇത് റെഡിയാക്കി എടുത്തതിന് ശേഷം മുമ്പേ കാണിച്ചതുപോലെ ഓറഞ്ച് ജ്യൂസ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷം ഒന്നെങ്കിൽ ഒരു ക്ലിങ് ഫിലിം ഇട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഇട്ടോ കേക്ക് നല്ലപോലെ കവർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ എക്സാക്റ്റ് രുചി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയ വേറൊരു ഡിഫറെൻറ്റ് കേക്ക് റെസിപ്പി ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുകളിൽ ഐ കാർഡിലും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പം വേറെ പ്ലം കേക്ക് അല്ലാതെ ഒരു ഡിഫറെൻറ്റ് കേക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.